പ്രിയ സുഹൃത്തുക്കളെ, പണിക്കർ മാഷയെക്കുറിച്ച് നേരത്തെ രാജേന്ദ്രനോ അല്ലെങ്കിൽ കാരശ്ശേരിയോ സംസാരിച്ച പോലെ അത്ര ഇൻറ്റിമേറ്റായിട്ട് സംസാരിക്കാൻ മാത്രമുള്ള അർഹതയൊന്നും എനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ റിസർച്ച് ഗൈഡായിരുന്നു പണിക്കർ സാർ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. വാസ്തവത്തിൽ ഞാൻ പണിക്കർ സാറിൻ്റെ അടുത്ത് എത്തുന്നത് മഹാരാജ് കോളേജിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അദ്ദേഹം ഞങ്ങളെക്കാൾ ഒരു 1-2 വർഷം സീനിയറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. നളിനി ഇവിടെയുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് എന്ന് പറയാൻ നളിനി സതീഷ് ഇവിടെയുണ്ട്. പക്ഷേ ഞങ്ങൾക്കന്ന് കേരളവർമ്മ കോളേജിൽ വളരെ പരിമിതമായിട്ടുള്ള അക്കാഡമിക് സൗകര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മഹാരാജ് കോളേജിൽ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ കൃഷ്ണനായർ മാഷയൊക്കെ ആദ്യം കാണുന്നത്. കൃഷ്ണനായർ മാഷിലൂടെയാണ് വേണുഗോപാല പണിക്കരെ പരിചയപ്പെടാനുമൊക്കെ ഇടയായത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഗവേഷണം തുടങ്ങണം, ഗവേഷണം വേണം എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ആദ്യം പോയി കണ്ടത് ആൻ്റണി മാഷയായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിലെ മുനിസിപ്പൽ ഓഫീസ് റോഡിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ടുകൾ വിൽക്കുന്നൊരു കടയിലാണ് ആൻ്റണി മാഷ് അന്ന് ഉണ്ടായിരുന്നത്. വളരെ അത്ഭുതം തോന്നുന്നു. ആൻ്റണി മാഷ് എങ്ങനെയാണ് ഇത്രയും വലിയ പ്രൊഫസറാണ്, പണ്ഡിതനാണ്, ഭാഷാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ പാർട്സ് വിൽക്കുന്നൊരു കടയിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് നടത്തിക്കൊണ്ടിരുന്നൊരു കടയാണത്. അന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശിച്ച വിഷയം കൃഷ്ണഗാഥയിലെ ക്രിയാധാതുക്കളെക്കുറിച്ച് പഠനം നടത്തിക്കൂടെ. അപ്പോൾ എനിക്കാണെങ്കിൽ വ്യാകരണവും ലിംഗ്വിസ്റ്റിക്സൊന്നും വലിയ പരിചയമുള്ളൊരു മേഖലയുമല്ല. അങ്ങനെയാണെങ്കിൽ കൃഷ്ണഗാഥയുടെ ഒരു പ്രഹേളിക സ്വഭാവത്തിനൊരു ഉത്തരം കിട്ടുമല്ലോ എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു. പിന്നീട് എന്നോട് പറഞ്ഞു, ഇനി കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേണുഗോപാല പണിക്കരുണ്ടല്ലോ, അവിടെ പോയി കണ്ടാൽ മതിയല്ലോ എന്നും പറയും. പക്ഷെ ഞാൻ ആ റിസർച്ചുമായിട്ട് വളരെ ദൂരം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആൻ്റണി മാഷ് മരിച്ചുപോയി. എൻ്റെ ആ റിസർച്ച് എനിക്ക് വഴിയിൽ വെച്ച് നിർത്തുക ചെയ്യേണ്ടി വന്നു. പിന്നീട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വന്ന് വീണ്ടും റിസർച്ചിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇനി എന്ത് വേണം എന്ന് വെച്ച് ആ റിസർച്ച് അവസാനിപ്പിക്കാൻ പകരം ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമായിരുന്നു. സാധാരണഗതിയിൽ ഒരാളുടെ കീഴിൽ റിസർച്ച് നടത്തിയിട്ട് പകുതി വഴി കിട്ടേച്ച് പോകുന്ന ഒരാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ ഏറ്റെടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്നൊരു സംഭവമല്ല. പക്ഷേ പണിക്കർ സാർ എന്നെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും അദ്ദേഹം എനിക്കൊരു വിഷയം നിർദ്ദേശിച്ചു. അത് പ്രാതിശാഖ്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. തൈത്തരീയ പ്രാതിശാഖ്യം നിർദ്ദേശിക്കുകയും പിന്നീട് ഒരു ലേഖനം എന്നോട് വായിക്കാൻ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ആ വിഷയമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമല്ലായിരുന്നു. നേരത്തെ അസീസ് പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു വിഷയമായിട്ട്, ഞാനന്ന് ഈ രഞ്ജിത്ത് ഗുഹയുടെ സബാൾട്ടൻ പേപ്പേഴ്സൊക്കെ വായിച്ച് വലിയ സന്തോഷിച്ചിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രഞ്ജിത്ത് ഗുഹ പറയുന്ന സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് ഞാൻ ഇടശ്ശേരി കവിതയിലെ സബാൾട്ടൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു വിഷയമൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പണിക്കർ സാർ എന്നോട് പറഞ്ഞു, അതെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ വളരെ എന്താ പറയുക, വളരെ ഉദാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത്. ഒരു അന്നത്തെ കാലത്ത് റിസർച്ച് സ്കോളേഴ്സിനോട് ഗൈഡ്മാർ പെരുമാറിക്കൊണ്ടിരുന്നൊരു പതിവ് ശൈലിയൊന്നും പണിക്കർ സാറ് നമ്മളോട് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആലോചിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്തിട്ടുള്ള കുട്ടികൾ എത്ര നീണ്ട കാലയളവ്, ഞാൻ ഏതാണ്ട് 12ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ PhD തീസിസ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഞാനിപ്പോൾ സോണിയോട് ചോദിക്കുകയായിരുന്നു, സോണി എത്ര കാലം എടുത്തു? സോണി അതിൻ്റെ ഏതാണ്ട് ഇരട്ടി കാലം പിന്നെ എടുത്തിട്ടുണ്ട്. അസീസ് പറഞ്ഞ പോലെ വന്നാൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, പലപ്പോഴും വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കില്ല, വേറെയും പല കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അടുത്ത് നിന്ന് വലിയ സഹായമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു സന്ദർഭത്തിൽ പണിക്കർ മാഷിനോട് പറഞ്ഞു, ഈ എടശ്ശേരി കവിതയിൽ ചില പ്രയോഗങ്ങൾ
ഗ്രമാറ്റിക്കലായിട്ട് തന്നെ വളരെ വ്യാകരണപരമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് വരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ പോന്നു വരുന്നു എന്ന് എടശ്ശേരി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട്. പോന്നു വരുന്നു വീടുകൾ തോറും പോന്നു വന്നാരെ ചുരന്ന മുലയുമായി പൂർവാംബുരാശിയെ പെറ്റൊരീ മങ്കമാർ, പോന്നു വരുന്നവനെ കണ്ടു ഭൂതം. ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ പോന്നു വരുന്നു എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ പറയുന്നത്? അതൊന്നൊരു ചോദ്യം എടുത്തിടുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത പിന്നീട് നമ്മൾക്കാണ്. അങ്ങനെ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗണേശൻ്റെ 77ഓളം ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. പണിക്കർ സാർ മരിച്ചതിന് ശേഷം ഗണേശൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വളരെ വിശദമായി കേട്ടപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി. എത്ര നേരമാണ് മാഷ് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നിടത്തൊക്കെ ഇതാണ് ശരി എന്ന ഒരു അന്തിമ വാക്യം പറയുന്നതിന് പകരം ഇതും ശരിയായിക്കൂടെ എന്നുള്ളൊരു സംശയം ഉന്നയിക്കുക എന്നുള്ളത് മാത്രമാണ് പണിക്കർ സാർ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഗണേശൻ എന്നോട് ആ സമയത്ത് പറയണ്ടായി, മാഷ് ഒരിക്കലും ഒരു അവസാന വാക്ക് പറയില്ല ഒരു കാര്യത്തിലും. ഇങ്ങനെയും പോയിക്കൂടെ, ഈ വഴിയിലും പോയി നോക്കിക്കൂടെ എന്ന് പറയുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ഡോക്ടർ ശ്രീധൽവി സംസാരിച്ച സമയത്ത് ഞാൻ ആ കാര്യങ്ങൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് കേട്ടപ്പോൾ. ഇപ്പോൾ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് എന്ന് അദ്ദേഹം നമ്മോട് ചോദിക്കുന്നു. ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ചോദ്യമാണത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഒരു കാര്യം കാണുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഉത്തരം എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാശയം. ഇപ്പോൾ ഉദാഹരണത്തിന് എടശ്ശേരി കവിതയിലെ ഭാഷയിൽ നമ്മൾ പറയുമല്ലോ, ഭാഷയുടെ ആർക്കൈസം, പ്രൊവിൻഷ്യലിസം, ഇങ്ങനെ ഭാഷയിലെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ വാക്കുകൾ എങ്ങനെ ഒരു കവി ഉപയോഗിക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനമാണ് ഒരു കവിയെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മളോട് പറയുക എന്നുള്ളതാണ് പണിക്കർ സാറ് ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ സഹായമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഗൈഡിന് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ നമ്മൾ കാണാത്ത വഴികളിലൂടെ ആ കവിയുടെ കാവ്യലോകത്തേക്ക് വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നു. അത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, അതുപോലെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ. ഇപ്പോൾ ഞാൻ ആ കാലത്ത് ഇവിടെ താഴെ ഹോസ്റ്റലിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത് MP ശങ്കുണ്ണി നായർ എപ്പോഴും അവിടെ വരാറുണ്ടായിരുന്നു. ശങ്കുണ്ണി നായർ വരുമ്പോൾ ശങ്കുണ്ണി നായരും പണിക്കർ സാറും കൂടി നടത്തുന്ന സംഭാഷണങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങൾ ലോകത്തുകൂടെ പണിക്കർ സാറിൻ്റെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞോ, അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം പൂർണ്ണാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖം വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒടുവിൽ ഞാൻ കേരള സാഹിത്യ അക്കാദമിയിൽ സെക്രട്ടറി ആയിട്ട് ജോലി എടുക്കുന്ന സമയത്ത് CL ആൻ്റണി മാസ്റ്ററുടെ എല്ലാ ലേഖനങ്ങളും കൂടി സമാഹരിച്ച് പ്രസിദ്ധപ്പെടുത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് വർക്കിന് ആരെ വേണം എന്ന് തീരുമാനിച്ച് ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൻ്റെ എഡിറ്റിംഗ് വർക്കിന് ഏറ്റവും ഉചിതനായിട്ടുള്ള വ്യക്തി ഡോക്ടർ TB വേണുഗോപാല പണിക്കരാണ് എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുകയും അത് വളരെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു. അതിന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു ആമുഖം, അതിന് ഒരു പഠന ആമുഖം എഴുതി ചേർത്തു. ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണിക്കർ സാറുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധത്തിന് ഞാൻ വളരെ വളരെ നന്ദി പറയുന്നു. എനിക്കത് വലിയൊരു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഗതിക്രമം മാറ്റിയിട്ടുള്ള ഒരു സൗഹൃദ ബന്ധമായിരുന്നു പണിക്കർ സാറുമായിട്ടുണ്ടായിരുന്നത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ വിസ്തരിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ അടുത്ത കാലത്ത് ഒരു മരണം സൃഷ്ടിക്കുന്ന ശൂന്യത, അത് എപ്പോഴും പല പല രീതിയിലാണ് ആ ശൂന്യതകൾ ഉണ്ടാകുന്നത്. പക്ഷേ അത്രയും വലിയൊരു ശൂന്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ വലിയ സൗഹൃദത്തിന്, ആ വലിയ ഓർമ്മയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.